ഡിഫറൻസ് ആണ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ്സൈറ്റ് ആൻഡ് വെബ് പേജസ്. HTML യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ്സും അതുപോലെ തന്നെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. HTML യൂസസ് ടാഗ് ടു ടെൽ ദ ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ കണ്ടന്റ്. HTML ടാഗ് യൂസ് ചെയ്യുന്നത് ബ്രൗസറിന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടാഗ് കണ്ടല്ലോ H1 ഹലോ വേൾഡ്, ഹെഡിങ് ടാഗിന് ഒരു എക്സാമ്പിൾ ആണത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന പാരഗ്രാഫ് ടാഗിന് എക്സാമ്പിൾ ആണ് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ആണെന്നാണ് കാണിക്കുന്നത്. ഇനിയും ഒരുപാട് ടാഗ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമേജ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ടാഗ് ഉപയോഗിക്കുന്നത്. SRC എന്ന് പറയുന്നത് ഇമേജ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആണ്. നമ്മൾ അവിടെ അതായത് സോഴ്സ്, നമ്മുടെ ഇമേജിൻ്റെ സോഴ്സ് കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ image.jpg ഇങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇതുപോലെ വേറെയും ഒരുപാട് ടാഗ് ഉണ്ട്. ഓഡിയോ ടാഗ്, അതുപോലെ തന്നെ വീഡിയോ ടാഗ്, ഓഡിയോ ആഡ് ചെയ്യാൻ, വീഡിയോ ടാഗ് വീഡിയോ ആഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ടാഗുകൾ HTML ബിൽഡിനായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ബേസിക് HTML സ്ട്രക്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോക് ടൈപ്പ് HTML യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ HTML ഒരു HTML5 ഡോക്യുമെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ടാഗ് ആണ്. അതുപോലെ തന്നെ ഹെഡ് ടാഗിനകത്താണ് നമ്മൾ മെറ്റാ ഡാറ്റാസ് ആഡ് ചെയ്യുന്നത്. മെറ്റാ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യത്തില്ല. നമ്മുടെ ടൈറ്റിൽ, അതുപോലെ തന്നെ സ്റ്റൈൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഹെഡിനകത്തായിരിക്കും. ഓക്കെ, ബോഡിക്കകത്താണ് നമ്മൾ വിഷ്വലായിട്ട് നമ്മുടെ ബ്രൗസറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. ബോഡിക്കകത്ത് നമ്മൾ എക്സാമ്പിൾ കാണുന്നുണ്ട്. H1 എന്ന് പറയുന്ന ഹെഡിങ് ടാഗ് ഉണ്ട്. അതുപോലെ തന്നെ P എന്ന് പറയുന്ന പാരഗ്രാഫ് ടാഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഈ ബോഡിക്ക് അകത്തായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HTML ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ട് ഈസ് ടാഗ് നോക്കാം. ടാഗ് എന്ന് പറയുന്നത് ഇൻ HTML എ ടാഗ് ഈസ് എ സ്പെഷ്യൽ കീവേഡ് റിട്ടൺ ഇൻസൈഡ് ആംഗിൾ ബ്രാക്കറ്റ്. ആംഗിൾ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന സ്പെഷ്യൽ കീവേഡ് ആണ് ബേസിക്കലി ടാഗ് എന്ന് പറയുന്നത്. ടാഗ് നമ്മുടെ കണ്ടന്റ് എങ്ങനത്തെ കണ്ടന്റ് ആണെന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ H1 എന്നുള്ള ടാഗ് യൂസ് ചെയ്യുമ്പോൾ അത് ഹെഡിങ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ P എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുമ്പോൾ അതൊരു പാരഗ്രാഫ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം Pയിൽ നോക്കുകയാണെങ്കിൽ P എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് ടാഗ് ഉണ്ട്, സ്ലാഷ് ഇട്ടിട്ട് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഇനി എന്താണ് HTML എലമെന്റ്? HTML എലമെന്റ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്. An HTML element is the complete structure which include opening tag, content plus closing tag. ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ഒരു കണ്ടന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ P എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ഹലോ വേൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഈ പറയുന്ന ഓപ്പണിംഗ് ടാഗും അതുപോലെ തന്നെ കണ്ടന്റും ക്ലോസിംഗ് ടാഗും ചേർന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് HTML എലമെന്റ് ആവത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ HTML ടാഗിൻ്റെയും എലമെൻറ്റിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന കീവേഡ്സ് ആണ്. എലമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്. അവിടെ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്, ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ നടുക്കൊരു കണ്ടന്റ് ഉണ്ടാവും. ഓൺലി ഗിവ്സ് ഇൻസ്ട്രക്ഷൻ ടു ദ ബ്രൗസർ. അതായത് ഇപ്പോൾ H1 അതൊരു ഹെഡിങ്, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ നമ്മൾ ടാഗ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ എലമെന്റ് അങ്ങനെയല്ല, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്. H1 ഹലോ വേൾഡ് /H1. അപ്പോൾ ഒരു കണ്ടന്റ് അവിടെ കൊടുക്കുന്നുണ്ട്, അതായത് ഹെഡിങ് കൂടെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടാഗിന് എക്സാമ്പിൾ ഒരു ഓപ്പണിംഗ് ടാഗ് P, പാരഗ്രാഫ് ടാഗിൻ്റെ ഒരു ഓപ്പണിംഗ് ടാഗ് തന്നിട്ടുണ്ട്. ഇവിടെ ക്ലോസിംഗ് ടാഗ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലോസിംഗ് ടാഗും കൂടെ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ക്യാൻ ബി ഓപ്പണിംഗ് ടാഗ് ഓർ ഓക്കെ എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാഗ് എന്ന് പറയുമ്പോൾ ക്യാൻ ബി ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ടാഗ്. ഒരു ഓപ്പണിംഗ് ടാഗ് ആകാം അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് ടാഗ് ആകാം. അത് എല്ലാത്തിനെയും നമ്മൾ എന്താ ടാഗ് എന്നാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആങ്കർ ടാഗിൻ്റെ A എന്ന് പറയുന്ന ടാഗ് നമ്മൾ ആങ്കർ ടാഗിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ക്ലോസിംഗ് ടാഗ് കൊടുത്തു വെച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു ക്ലോസിംഗ് ടാഗും കൂടെ ഉണ്ട്. അങ്ങനെ അപ്പോൾ A എന്ന് പറയുന്ന ടാഗ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗും ഉണ്ട്, അതുപോലെ തന്നെ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് ടാഗ്, അങ്ങനെ രണ്ട് ടാഗ് നമുക്ക് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിവിടെ
നമ്മുടെ എലമെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ഒരു കണ്ടന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ഇത് മുകളിൽ നമ്മുടെ പാരഗ്രാഫ് എന്നുള്ള എലമെന്റിന്റെ കംപ്ലീറ്റ് എക്സാമ്പിൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാഗ് എന്ന് പറയുന്നത് എലമെന്റിന്റെ ഒരു പാർട്ട് മാത്രമാണ്. പക്ഷെ ഒരു HTML ഫുൾ യൂണിറ്റ് തന്നെയാണ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ടും ഡിഫറൻസ് ആണ്. അതായത് എലമെന്റിന്റെ ഒരു പാർട്ടാണ് ടാഗ് എന്ന് പറയുന്നത്, പക്ഷെ ഒരു HTML യൂണിറ്റ് ആണ് എലമെന്റ്.